കാറ്റത്തെ കിളിക്കുള്ള ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഹരീഷ് ആണെങ്കിൽ സുഹാഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ചേട്ടാ ചേട്ടനും കൂടെ പോയിട്ട് വാ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. തോമസ് ചേട്ടൻ്റെ അടുത്ത് വിളിച്ചൊന്ന് ലീവ് ചോദിച്ചിട്ട് പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സുധിയാണെങ്കിൽ ഫോണും എടുത്തുകൊണ്ട് അടുക്കള വശത്തൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പോയിട്ടാണെങ്കിൽ ഇങ്ങനെ അവിടെ നിന്ന് ആലോചിക്കുന്നുണ്ട്, എന്തായാലും അയാളെ കൂടെ ഒറ്റയ്ക്ക് നിധിയെ വിട്ടാൽ ശരിയാവത്തില്ല, ഞാനും കൂടെ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ സുധിയാണെങ്കിൽ ആ തീരുമാനമൊക്കെ എടുത്തിട്ടാണെങ്കിൽ അങ്ങോട്ട് അകത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ ഹരീഷ് ചോദിക്കുന്നുണ്ട്, എന്താ ചേട്ടാ ലീവ് കിട്ടിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് സുഭാഷും ചോദിക്കുന്നുണ്ട്, എന്താ ഏടാ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മളെ ശ്രുതി പറയുന്നുണ്ട്, ആ ഏട്ടാ ആദ്യമൊക്കെ ലീവ് തരാൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞു, പിന്നെ പറഞ്ഞപ്പോഴത്തേക്ക് ശരി എന്നാൽ പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ ശ്രുതി പറയുന്നുണ്ട്, എന്നാൽ ഞാൻ പോയി ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് ശ്രുതി ആണെങ്കിൽ റൂമിലോട്ടൊക്കെ പോകുന്നുണ്ട്. നമ്മൾ ശ്രുതിയുടെ പിറക്കെ ഹരീഷും പോകുന്നുണ്ട് കേട്ടോ. പോയിട്ട് പറയുന്നുണ്ട്, ഏട്ടാ എന്തായാലും അയാൾ ആദ്യം വിളിച്ചപ്പോൾ എനിക്കൊന്നും അങ്ങനെ തോന്നില്ല, പക്ഷേ ഇപ്പോൾ അയാളെ നോട്ടവും പെരുമാറ്റമൊക്കെ കണ്ടിട്ട് എനിക്ക് എന്തോ ഒരു പന്തിയുടെ കണക്കൊക്കെ തോന്നുന്നുണ്ട് ഏട്ടാ. എന്തായാലും പോകാൻ വേണ്ടി തീരുമാനം എടുത്തത് നന്നായെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഏട്ടനവിടെ പോയിട്ടാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിക്കണേ എന്നൊക്കെ നമ്മളെ ഹരീഷ് പറയുമ്പോൾ ശ്രുതിയാണെങ്കിൽ പറയുന്നുണ്ട്, ശരിയുടെ വിളിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളെ സുഭാഷാണെങ്കിൽ നിധിയുടെ അടുത്ത് പറയുന്നുണ്ട്, മോളെ ഭക്ഷണമൊക്കെ കറക്റ്റ് സമയത്ത് കഴിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേട്ട് നമ്മൾ രാജീവ് പറയുന്നുണ്ട്, അതെന്താ നിധി ഇത്രയും നാൾ അവിടെയല്ലേ നിന്ന് വളർന്നൊക്കെ ആ വീട്ടിൽ തന്നെ അല്ലേ, പിന്നെന്താ ഇങ്ങനെ ഞങ്ങളൊക്കെ നിധിയെ നല്ലപോലെ നോക്കുന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് സുഭാഷ് പറയുന്നുണ്ട്, അയ്യോ സാറേ അങ്ങനെ പറഞ്ഞല്ല എന്ന് പറയുകയാണേ. ആ സമയത്ത് നമ്മൾ നിധി പറയാം, അതല്ല അച്ഛാ, സുഭാഷ് ചേട്ടനാണെങ്കിൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് ശ്രദ്ധ കൂടുതലാണ്, നമ്മൾ കഴിക്കാമെന്നോ വയ്ക്കുന്നോ എന്നൊക്കെ സുഭാഷ് ചേട്ടൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ നിധി നോക്കുമ്പോൾ നമ്മൾ നികേഷ് ആണെങ്കിൽ ഇന്ന് കരഞ്ഞോണ്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നിധി എന്നിട്ട് പറയും, എടാ എന്താണ് നീ ഇങ്ങനെ കരയുന്നതെന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മൾ നികേഷ് ചോദിക്കും, ഏട്ടത്തി പെട്ടെന്ന് ഇങ്ങ് വരത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നിധി പറയും, പിന്നെ വരാതെ എന്നൊക്കെ ഇങ്ങനെ നിധിയും പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ പറയുന്നുണ്ട്, മോനെ അവളെ വീട്ടിലല്ലേ പോകുന്നത്, ഒരാഴ്ചത്തേക്ക് ഒന്ന് ക്ഷമിക്കും മോനെ എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ രാജീവിനൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ ഇവരാണെങ്കിൽ പുറത്തോട്ട് പോകാൻ വേണ്ടിയൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇവരിറങ്ങുന്ന സമയത്താണെങ്കിൽ നമ്മളെ ഭാസ്കരൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ആണെങ്കിൽ നിധിയുടെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ പോകാൻ ഇറങ്ങിയെന്ന് വെച്ചപ്പോഴത്തേക്ക് ആണെങ്കിൽ നമ്മൾ രാജീവൻ പറയുന്നുണ്ട്, ആ ഇറങ്ങിയെന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ ഭാസ്കരനാണെങ്കിൽ കയ്യിലിരിക്കുന്നൊരു പൊതി എടുത്ത് നിധിയുടെ കൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, ഇതെന്താ അച്ഛാന്ന് ചോദിക്കും. അപ്പം നമ്മളെ ഭാസ്കരൻ പറയും, മോളെ ഒരുപാട് യാത്ര ചെയ്യാനുള്ളതല്ലേ, അപ്പോൾ ഇടയ്ക്ക് വിശക്കും, അപ്പം ഇത് വണ്ടിയിലിരുന്ന് കഴിക്കാനെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിലും പറയുന്നുണ്ട്, ഇതൊന്ന് രണ്ടെണ്ണം നിൻ്റെ അച്ഛനും കൂടെ കൊടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ വലിയ ഹോട്ടലിൽ നിന്നൊന്നും ഇത്രയ്ക്കും ടേസ്റ്റുള്ള വടയൊന്നും കിട്ടത്തില്ല എന്നൊക്കെ നമ്മളെ ഭാസ്കരൻ പറയുന്നുണ്ട്. അങ്ങനെ അവർ യാത്രയൊക്കെ പറഞ്ഞിട്ട് അവർ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ നികേഷ് ആണെങ്കിൽ അവിടെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കണ്ണൊക്കെ തുടച്ചൊക്കെ നിൽക്കുക കേട്ടോ. പക്ഷേ നമ്മൾ ഭാസ്കരനും പോയി അവിടെ ഭാസ്കരൻ്റെ കട്ടിലൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ഭാസ്കരനൊക്കെയൊക്കെ ഒരു ബുദ്ധിമുട്ട് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് നമ്മളെ നിധി അവിടെ നിന്ന് പോയതിൽ. അങ്ങനെ പിന്നെ ഇവർ യാത്രയൊക്കെ തുടർന്നുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മളാണെങ്കിൽ രാജീവിൻ്റെ അടുത്ത് പറയും, താങ്ക്സ് അച്ഛാന്ന് പറയും. അപ്പം നമ്മളെ രാജീവ് ചോദിക്കും, എന്തിനാടാ മോളെ, അത് അച്ഛൻ ഇത്രയും ദൂരം എന്നെ കാണാൻ വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രാജീവനാണെങ്കിൽ കണ്ണൊക്കെ കാണിക്കുന്നുണ്ട്, ഡ്രൈവർ അവിടെ ഇരിക്കുമല്ലേ, അപ്പോൾ കണ്ണൊക്കെ കാണിച്ചിട്ട് പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് വീട്ടിൽ പോയി സംസാരിച്ചാൽ പോരേടാന്ന് ചോദിക്കുമ്പോൾ ആ മതി അച്ഛാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ രാജീവനാണെങ്കിൽ കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഡ്രൈവറിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, വണ്ടി ഒന്ന് സൈഡിലൊക്കെ ഒതുക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ വണ്ടി സൈഡിലോട്ട് ഒതുക്കിയതിന് ശേഷമാണെങ്കിൽ നമ്മൾ രാജീവും ഡ്രൈവറും കൂടെ പുറത്തിറങ്ങി എന്നൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അത് കാരണം നമ്മളെ സുധീഷാണെങ്കിൽ ഒരു ചെറിയ പേടിയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ സുധീഷാണെങ്കിൽ നമ്മളെ നിധിയെടുത്ത് ചോദിക്കുന്നുണ്ട്, അല്ല എന്താ ഡ്രൈവറെ വിളിച്ചിട്ട് നിൻ്റെ അച്ഛൻ പുറത്ത് പോയി സംസാരിക്കുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പോഴത്തേക്ക് നിധി പറയുന്നുണ്ട്, അത് ചിലപ്പോൾ എന്തെങ്കിലും വാങ്ങിക്കാൻ പറയുമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുധി പറയുന്നുണ്ട്, ഇവിടെ ഒരു കട പോലും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ നിധി നോക്കുമ്പോഴും ശരി അവിടെ കടയൊന്നുമില്ല. അപ്പോഴത്തേക്ക് പിന്നെ നിധി നമ്മൾ സുധിയെടുത്ത് ചോദിക്കുന്നുണ്ട്, അല്ല സുധീഷേ നീ എന്താ പറഞ്ഞത് അച്ഛൻ്റെ അടുത്ത്, നീ എന്താ പറഞ്ഞതിന് ശേഷമാണല്ലോ അച്ഛൻ്റെ മനസ്സ് മാറിയിട്ട് അച്ഛൻ എന്നെ കാണാൻ വന്നതെന്ന് പറഞ്ഞല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ സുധി പറയുന്നുണ്ട്, അതൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല താൻ അങ്ങനെ പറഞ്ഞതിന് ശേഷമാണല്ലോ അച്ഛൻ എന്നെ തിരക്കി വന്നതെന്നാണല്ലോ അച്ഛൻ പറഞ്ഞതെന്ന് പറയുന്നത്, അത് ഞാൻ വേറൊന്നുമല്ല, പിന്നെ നിധിക്കാണെങ്കിൽ അച്ഛനും അമ്മയൊക്കെ നല്ലപോലെ മിസ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞതാണ്. അപ്പം നമ്മൾ നിധി ചോദിക്കണേ, അത് പറഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ്റെ മനസ്സ് മാറി അച്ഛൻ ഇത്രയും ദൂരം എന്നെ വിളിക്കാൻ വേണ്ടി വന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിധി പറയുന്നുണ്ട്, എന്തായാലും താനാണെങ്കിൽ സംസാരിച്ച ആൾക്കാരെ വീഴ്ത്തുന്നൊക്കെയുള്ള കാര്യം എനിക്കറിയാമെന്നൊക്കെ നമ്മളെ നിധി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ശ്രുതിയാണെങ്കിൽ അന്നത്തെ കാര്യം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധിയുടെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത് കാര്യം, അത് എൻ്റെ ഗ്ലാമറും എൻ്റെ ലുക്കും എൻ്റെ ഈ ഒരു ബോഡിയൊക്കെ കണ്ടും എൻ്റെ സംസാരമൊക്കെ കണ്ടിട്ടാണ് നിങ്ങളെ മോളിങ്ങനെ വീണേന്നൊക്കെ ഇങ്ങനെ നമ്മളെ ശ്രുതിയാണെങ്കിൽ ഭയങ്കര ഡയലോഗൊക്കെ അടിച്ച് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ രാജീവിൻ്റെ അടുത്ത്. അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മളെ ശ്രുതി ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നത്. അങ്ങനെ നമ്മൾ ഡ്രൈവറെ ആണെങ്കിൽ പിന്നെ പറഞ്ഞൊക്കെ വിടുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ നമ്മൾ രാജീവൻ വന്നിട്ടാണെങ്കിൽ ശ്രുതി ഇരിക്കുന്നിടത്ത് ക്ലാസ്സിനൊക്കെ തട്ടിയിട്ട് പറയുന്നുണ്ട്, ഒന്ന് പുറത്തിറങ്ങാൻ പറയും. അപ്പോഴത്തേക്ക് ശ്രുതിക്ക് ഞാനോ, അപ്പോൾ പിന്നെ അല്ലാതെ ആരാന്നൊക്കെ ഇങ്ങനെ രാജീവൻ പറയുന്നുണ്ട്. എന്നിട്ട് താക്കോല് കൊടുത്തിട്ട് പറയുന്നുണ്ട് വണ്ടി എടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ നിധി ചോദിക്കുന്നത്, അതെന്തിനാ വെച്ചാൽ ശ്രുതിയെ കൊണ്ട് ഓട്ടിപ്പിക്കുന്നത്, അത് മോളെ ഡ്രൈവർ എന്തെങ്കിലും ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിലും നമ്മൾ രാജീവൻ പറയുന്നുണ്ട്, ഡ്രൈവറിനെ ഞാൻ ഒരു വേറെ ജോലിയായിട്ട് പറഞ്ഞു വിട്ടതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ശ്രുതിയാണെങ്കിൽ നല്ലപോലെ ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ശ്രുതിയാണെങ്കിൽ വണ്ടിയൊക്കെ ഓടിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ രാജീവൻ അതിനകത്തിരുന്ന് പറയുന്നുണ്ട്, ശ്രുതിയാണെങ്കിൽ നല്ല ഡ്രൈവറല്ലേ, അന്ന് നിന്നെയും
കൊണ്ട് പോയത് ആ ഒരു സ്പീഡൊക്കെ ഞങ്ങളൊക്കെ കണ്ടതല്ലേ എന്നൊക്കെ ഒരു പുച്ഛിച്ചൊക്കെ പറയുന്നുണ്ട്. നമ്മൾ നിധിയുടെ അടുത്ത് പറയുന്നുണ്ട്, നമ്മൾ കുടുംബകാര്യം പറയുമ്പോഴത്തേക്ക് ഡ്രൈവർ പുറത്തുള്ള ആളല്ലേ മോളെ, അപ്പോൾ അയാൾ കേൾക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ടാണ് പിന്നെ അച്ഛൻ പറഞ്ഞു വിട്ടേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നിധി ആ ശരി അച്ഛാ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ശ്രുതിയാണെങ്കിൽ വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ക്ലാസ്സിൽ കൂടെ ആണെങ്കിലും നമ്മൾ രാജീവിനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാജീവിനാണെങ്കിൽ ഒരു ജയിച്ച മട്ടിലൊക്കെ രാജീവിനെ അവിടെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ ശ്രുതിയാണെങ്കിൽ നമ്മൾ രാജീവിൻ്റെ കയ്യിലിങ്ങനെ പിടിക്കുമ്പോഴത്തേക്ക് നമ്മൾ രാജീവൻ ചോദിക്കുന്നുണ്ട് എന്താടാന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ്റെ തോളിൽ ഞാനൊന്ന് ചാരി കിടന്നോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ രാജീവനാണെങ്കിൽ നിധിയെ ചേർത്തൊക്കെ പിടിച്ചൊക്കെ തോളിലൊക്കെ കിടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ രാജീവനാണെങ്കിൽ നിധിയെ തോളിൽ കിടത്തിയൊക്കെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ശ്രുതിക്കാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മൾ ഹരീഷാണെങ്കിൽ അവിടെ വണ്ടിയൊക്കെ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ടിൻഡോ അടുത്ത് പറയുന്നുണ്ട്, എടാ ടിൻഡോ പിന്നെ നമ്മളെ വണ്ടി എടുക്കാൻ വേണ്ടി ആൾ വന്നില്ലല്ലോ എന്നൊക്കെ പറയും. അപ്പോഴത്തേക്ക് അവൻ പറയുന്നുണ്ട്, ആ അതൊക്കെ വന്നോളും, എന്നാലും വരുന്നില്ലേ, ഇന്നലെ വണ്ടി ശരിയാക്കി വെച്ചിട്ട് ഇന്നലെ എടുക്കാൻ പറയാൻ വന്നില്ലേ, എന്നിട്ട് ഇതൊരിക്കലും കാണുന്നില്ലല്ലോ എന്നൊക്കെ നമ്മൾ ഹരീഷാണെങ്കിൽ പറയുന്നുണ്ട്. നമ്മൾ ടിൻഡോ പറയുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഇതോ പറയാനുള്ള ആൾ ഇതോ നടന്ന് വരുന്നുണ്ട്, അയാൾക്ക് തന്നെ പറഞ്ഞോന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ നീതു അങ്ങോട്ട് വരും കേട്ടോ. അങ്ങനെ നീതു വന്നിട്ട് ചോദിക്കുന്നുണ്ട് വണ്ടി ശരിയായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഇന്നലെ വൈകിട്ട് വരാനല്ലേ പറഞ്ഞത്, അത് ഞാൻ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോഴത്തേക്കും നമ്മൾ ഹരീഷയ്ക്കും തിരക്കോ, എൻ്റെ തിരക്കൊക്കെ ഇപ്പോൾ ഞാൻ ഇയാളത് പറയാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ നീതു ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നീതു പറയുന്നുണ്ട് ഇന്നലെ എൻ്റെ വിവാഹ നിശ്ചയത്തിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടി ചെറുക്കൻ്റെ വീട്ടിൽ നിന്നൊക്കെ വന്നായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ഹരീഷിനാണെങ്കിൽ ചിരി വന്നിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ചെറുക്കനാണെങ്കിൽ ഗൾഫിൽ പോകുന്ന സമയത്ത് നീയും കൂടെ എണ്ണയൊക്കെ എടുക്കാൻ വേണ്ടി പോകുമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നീതു ആണെങ്കിൽ ടിറ്റോയെ നോക്കിയിട്ടാണെങ്കിൽ എന്തൊക്കെ എടുത്തൊക്കെ എറിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പറയുന്നത് സോറി സിസ്റ്റർ, എനിക്ക് ചില പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് പറയേണ്ടി വന്നെന്നൊക്കെ നമ്മൾ നീതുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ നീതു ചോദിക്കുന്നുണ്ട് ശരി വണ്ടിയൊക്കെ പണിഞ്ഞ് ഓക്കെ അല്ലേ എന്ന് നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഹരീഷ് പറയുന്നുണ്ട്, ആ വണ്ടിയൊക്കെ ഓക്കെയാണ്, ഇന്നലെ തന്നെ എടുക്കാൻ വന്നൂടായിരുന്നു, ഇന്നലെ വൈകിട്ട് തന്നെ വന്നൂടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവിടെ വേറെ വണ്ടികളൊക്കെ കൊണ്ടുവരുന്നില്ലേ, അപ്പം അകത്ത് വെക്കാൻ സ്ഥലമില്ലായിരുന്നു എന്നൊക്കെ നമ്മൾ ഹരീഷ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നീതു പറയുന്നുണ്ട്, ആ ശരി വണ്ടി ഓക്കെ ആണെങ്കിൽ ഒന്ന് ഓട്ടിച്ച് കാണിക്കാൻ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ ഹരീഷ് പറയുന്നുണ്ട് ഇല്ല ഓട്ടിക്കേണ്ട ആവശ്യമില്ല, വണ്ടി ഓക്കെയാണ്, എന്നാലും എനിക്കത് ഇത് വിശ്വാസം വരണ്ട്, ചിലപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് പോകുമ്പോൾ അങ്ങോട്ടെങ്ങാനും പോകുമ്പം വണ്ടിക്ക് കംപ്ലയിൻറ്റ് വന്നാലോ എന്ന് ചോദിക്കുമ്പോൾ ഹരീഷ് പറയാം അങ്ങനെ കംപ്ലയിൻ്റ് ഒന്നും വരത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നീതു പറയുന്നുണ്ട് എന്നാൽ ശരിയാ ജംഗ്ഷൻ വരെ ഒന്ന് കൊണ്ടുപോയി ഓടിച്ചിട്ടൊന്ന് കൊണ്ടുവരാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഹരീഷ് വണ്ടി എടുക്കുന്ന സമയത്ത് നീതും പുറകെ കയറിയൊക്കെ ഇരുന്നിട്ട് തോളിൽ കൈയൊക്കെ വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ഹരീഷിനാണെങ്കിൽ അതൊക്കെ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ അവരൊരു പ്രണയഗാനമൊക്കെ കേട്ടിട്ടാണെങ്കിൽ അവരാണെങ്കിൽ ആ ജംഗ്ഷനിലൊക്കെ പോയിട്ട് കറങ്ങി തിരിഞ്ഞ് വീണ്ടും നമ്മൾ വർക്ക്ഷോപ്പിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ അപ്പം നമ്മൾ നീതു പറയുന്നുണ്ട് എത്ര രൂപയായി, അത് പൈസയൊന്നും വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ നീതുവിനൊക്കെ ഒരു ചിരിയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ പിന്നെ നീതു വണ്ടി എടുത്തിട്ട് പോകാൻ നേരത്ത് നമ്മൾ ഹരീഷ് ചോദിക്കുന്നുണ്ട് ഇനി എപ്പോഴാണ് വരുന്നത്, അപ്പം നീതു പറയുന്നുണ്ട് വണ്ടിക്ക് പണി വന്നാൽ പോരെ എന്നൊക്കെ നമ്മൾ നീതു ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഹരീഷ് പറയുന്നുണ്ടല്ലേ ഇനി ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരാമല്ലോ, അപ്പം നീതു ചോദിക്കുന്നത് അതിന് ഇടയ്ക്ക് വരും, നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് സംസാരിച്ചുകൊണ്ടിരിക്കാമല്ലോ എന്നൊക്കെ പറയുമ്പോൾ നീതു പറയും ഓ എന്നെ ഇഷ്ടപ്പെടാത്തവരടുത്തൊക്കെ ഞാനെന്തിനാണ് വരുന്നത്. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട് അങ്ങനെ ചിലപ്പോൾ ഇഷ്ടപ്പെടാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ടിൻഡുവും ചന്തുവൊക്കെ പറയുന്നുണ്ട് ആഹാ വീണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ നീതു ആണെങ്കിൽ വണ്ടി എടുത്തുകൊണ്ടൊക്കെ പോകുന്നുണ്ട്. നമ്മൾ ഹരീഷാണെങ്കിൽ സ്നേഹത്തോടെയൊക്കെ ഇങ്ങനെയൊക്കെ നമ്മൾ നീതു പോകുന്നതൊക്കെ നോക്കിയൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഭയങ്കര സന്തോഷത്തോടെയൊക്കെ നമ്മൾ ഹരീഷാണെങ്കിൽ അകത്തോട്ട് ഒരു ഷോപ്പിൻ്റെ അകത്തോട്ട് കയറിയൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്ന നമ്മൾ നിധിയൊക്കെ വീട്ടിൽ ചെന്നെത്തി നിധി കാറിൽ നിന്ന് ഇറങ്ങുന്നതൊക്കെ ആയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.